പാകിസ്ഥാനിലെ ക്വറ്റയിൽ ലഷ്കർ ഇ തോയ്ബ ഭീകരൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. ലഷ്കർ ഇ തോയ്ബ കമാൻഡർ മിർ ഷുക്കർ ഖാൻ റൈസാനിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുംഭീകരൻ ഹാഫിസ് സെയ്ദിന്റെയും നവാസ് സഫറുള്ളയുടെയും അടുത്ത അനുയായിയാണ് റൈസാനി. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, അങ്ങനെ ഭീകരർ അവരവരുടെ താവളങ്ങളിൽ വെച്ച് ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുകയാണ്. ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ. നീലിമ, ഭീകരർക്ക് സുരക്ഷിതമെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്ന മണ്ണിൽ വെച്ച് തന്നെ ലഷ്കർ കമാൻഡർ മിർ ഷുക്കർ ഖാൻ റൈസാനി കൊല്ലപ്പെട്ടിരിക്കുന്നു. ബലൂചിസ്ഥാനിലെ ക്വറ്റയിൽ അതീവ ദുരൂഹമായ സാഹചര്യത്തിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾ കൊല്ലപ്പെട്ടതാണെന്നാണ് പ്രാഥമിക നിഗമനം. മരിക്കുന്നതിന് തലേദിവസം ലഷ്കറിന്റെ ബലൂചിസ്ഥാൻ ചീഫ് ഹാഫിസ് ഇദ്രീസ് മുകളിൽ നിന്നും ഇയാൾ ഒരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇവിടെ നിന്ന് മടങ്ങിയ റൈസാനി പിറ്റേന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പാകിസ്ഥാനിൽ ഇന്ത്യ തിരിയുന്ന ഭീകരർ ഓരോരുത്തരായി അജ്ഞാതരായി കൊല്ലപ്പെടുന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ കണ്ണിയാണ് റൈസാനി. ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ ബലൂചിസ്ഥാൻ മേഖലയിലെ പ്രധാന മുഖമായിരുന്നു റൈസാനി. നവാസ് സഫറുള്ളയുടെയും അതേപോലെ തന്നെ ഹാഫിസ് സയ്യിദിന്റെയും ഏറ്റവും വിശ്വസനായ അനുയായിയാണ് ഇയാൾ. ലഷ്കറിന്റെ ഭീകര പരിശീലന കേന്ദ്രങ്ങളുടെ ചുമതലയും ഇയാൾക്കായിരുന്നു. ഇന്ത്യക്കെതിരെ നിരവധി ആക്രമണങ്ങളുടെ ഗൂഢാലോചനയിൽ ഇയാൾ പങ്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന വിവരം. ഇത്രയും ഉന്നതനായ ഒരു കമാൻഡർ കൊല്ലപ്പെട്ടത് ലഷ്കർ കേന്ദ്രത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ലഷ്കർ ഇ തോയ്ബയുടെയും അതേപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദിന്റെയും മുതിർന്ന നേതാക്കൾ പാകിസ്ഥാനിൽ വെച്ച് സമാനമായ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുന്നത് പതിവായിട്ടുണ്ട്. അജ്ഞാതരായ തുക്കുധാരികൾ ഭീകരരെ തേടി അവരുടെ താവളങ്ങളിൽ തന്നെ എത്തുന്നത് പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ISIക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഭീകരതയുടെ പ്രഭവ കേന്ദ്രങ്ങളിൽ വെച്ച് തന്നെ ഭീകരർ ഓരോന്നായി കൊല്ലപ്പെടുന്നത് അതിർത്തി കടന്നുള്ള ഭീകരർക്കെതിരായ നീക്കങ്ങളിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഓക്കെ നന്ദൻ.